ഹലോ എവരി വൺ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതിന് കാരണം കുറച്ച് തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഏതായാലും പുതിയൊരു വീഡിയോയിലേക്ക്, ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു പുതിയ വീഡിയോയ്ക്ക് നമുക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ വന്നിരിക്കുന്നത് ഗോൾഡിൻ്റെ ചാർട്ടിലാണ്. ഗോൾഡിൻ്റെ ഇത് ഡോളറിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയണ പോലെ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് എല്ലാ സ്ഥലത്തെയും മാർക്കറ്റ് ഒരു ബിയറിഷ് മോഡിലാണ്, അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനിലാണ്. കംപ്ലീറ്റ് ആയിട്ട് മാർക്കറ്റ് ഡൗൺ സൈഡാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗ്യാപ്പ് ഡൗണും അതുപോലുള്ള ഒരു അൺസർട്ടനിറ്റിയാണ് മാർക്കറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള സമയത്ത് ട്രെൻഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് കമോഡിറ്റി. നമുക്ക് എല്ലാവർക്കും അറിയണ പോലെ ഇതിപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെയും റേറ്റൊക്കെ കുതിച്ചു വരാൻ പോകണം. $100 വരെ ആണ് ബാരലിന് ആവാൻ സാധ്യത എന്നാണ് വിദഗ്ധർ പറയുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാൻ ഒരു വലിയൊരു എണ്ണ സപ്ലൈ ചെയ്യുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അവർ അതുപോലെ തന്നെ കംപ്ലീറ്റ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾക്കാണ് ഇപ്പോൾ എല്ലാം അടിയിട്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെയൊക്കെ സപ്ലൈ ഇറാനും സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. കാരണം അവരുടെ റെഫിനറീസിലൊക്കെ ഇറാൻ ഡ്രോൺ ആക്രമണമൊക്കെ നടത്തുന്നുണ്ട്. പോരാത്തതിന് ഇറാനും അവരുടെ എണ്ണ ഡിക്രീസ് ചെയ്യണമെന്നാണ് പറയാൻ പോകുന്നത്. കാരണം ഇനി അങ്ങോട്ട് ഇറാൻ കാര്യങ്ങൾ കടുപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എണ്ണ വില, നമ്മുടെ ഷിപ്പിംഗ് മേഖല, അതായത് ട്രാൻസ്പോർട്ട്, ഇമ്പോർട്ട് എക്സ്പോർട്ട് മേഖലകളെല്ലാം ഇനി വലിയ രീതിയിൽ ബാധിക്കാൻ പോകണം. എല്ലാ രാജ്യത്തിനെയും ഒരുപോലെ ബാധിക്കുന്നുള്ളതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രാൻസ്പോർട്ടേഷൻ്റെ ഒരു അവൈലബിലിറ്റി കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും എണ്ണൻ്റെ റേറ്റ് കുതിച്ചു വരും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇതേ സാഹചര്യമാണ് മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ എണ്ണ വില കുതിച്ച് ഉയരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതായത് നമ്മുടെ ക്രൂഡൊക്കെ വലിയ രീതിക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഗോൾഡ് ആണെങ്കിലും സിൽവർ ആണെങ്കിലും ഇതെല്ലാം കയറിയിട്ട് ഇതിപ്പോൾ കണ്ടില്ലേ, ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിലാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു ട്രെൻഡ് ലൈനൊക്കെ വരച്ചാൽ കറക്റ്റായി കിടക്കും. അതായത് ഈ ഒരു റേഞ്ചിൽ നിന്ന് കയറിയവരെല്ലാം ഈ ഒരു സോണിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുക. ചാടിക്കയറി ആരും തന്നെ എന്ത് ചെയ്യുക, എൻ്റർ ചെയ്യാതിരിക്കുക. ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് കറക്റ്റ് ടൈമിൽ ഒന്ന് എൻ്റർ ചെയ്യുക. ചാർട്ട് അറിയണവർ. അല്ലാത്തവർക്ക് ലോങ് ടേമിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണിപ്പോൾ നിലവിലെ ഒരു ചാർട്ടും അല്ലെങ്കിൽ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു ഐഡിയ നോക്കിയിട്ട് അതുപോലെ ഒരു തീരുമാനം എടുത്തിട്ട് കൃത്യമായിട്ടൊരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കിടക്കാം. അതുപോലെ സ്റ്റോക്സ് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഒന്ന് വെയിറ്റ് ചെയ്യുക. കാരണം ഷോർട്ട് ടേം ആയിട്ട് ഭയങ്കര ബിയറിഷ് മോഡിൽ തന്നെയാണ് കിടക്കുന്നത്. എങ്ങനെയും ഇനി ഒരു മാസത്തേക്ക് യുദ്ധം ഉണ്ടാകുന്നതാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. പുള്ളി ആയതുകൊണ്ട് വിശ്വസിക്കാനും പറ്റില്ല. പക്ഷേ ഇറാൻ ഒരിക്കലും ഒരു മീറ്റിങ്ങിന് അല്ലെങ്കിൽ നെഗോസിയേഷനും തയ്യാറല്ല എന്നാണ് കാണിക്കുന്നത്. കാരണം അവരുടെ പ്രസിഡന്റിനെയാണ് അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയാണ് അവിടെ ഇസ്രായേലും അമേരിക്കയും കൂടി കൊന്നിരിക്കുന്നത്. സോ ഇറാൻ ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇറാൻ യുദ്ധം നിർത്താനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക. കൃത്യമായിട്ടുള്ളൊരു സിഗ്നൽസ് കിട്ടുമ്പോൾ മാത്രം മാർക്കറ്റിൽ എല്ലാം ഒന്ന് ശാന്തമായതിനു ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക.